പുതിയ തരം റെസിപ്പികളുടെ കൂടുതൽ വീഡിയോസുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓൾ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ലൊരു കക്കയിറച്ചി റോസ്റ്റാണ് കാണിക്കുന്നത്. നല്ല നാടൻ രീതിയിലുള്ള അടിപൊളി കക്കയിറച്ചി റോസ്റ്റാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനു വേണ്ടി 1/4 കിലോ കക്കയിറച്ചി നന്നായി ക്ലീൻ ചെയ്തെടുത്തതാണ്. 4-5 പ്രാവശ്യം കഴുകി ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കക്കയിറച്ചി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ അടി പിടിക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടണം. 4-5 വിസിൽ അടുപ്പിച്ചെടുക്കണം. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് 4-5 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കക്കയിറച്ചി വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് കൈ വെച്ചൊന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചമണം നന്നായി മാറി വന്ന ശേഷം ഒരു 10 ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം, അതാണ് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഉള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൗഡറുകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ കക്കയിറച്ചി വേവിക്കുമ്പോൾ അതിൽ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ പെരിഞ്ജീരകം ചെറുതായി ഒന്ന് ചതക്കിയത് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതൊരു 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. പെരിഞ്ജീരകം ഇട്ടാൽ കക്കയിറച്ചി വേവിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്. ഇനി നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പൗഡറുകളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൗഡറുകളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയിറച്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ പറയാറുള്ളത് എരുന്തിറച്ചി എന്നാണ്, എരുന്ത് എന്നൊക്കെയാണ് പറയാറുള്ളത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നല്ല മൊരിയിപ്പിച്ചെടുക്കണം. നല്ല ഡ്രൈ ആയി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നല്ല മണം വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ കക്കയിറച്ചി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കക്കയിറച്ചി റോസ്റ്റ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പികളും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.